നമസ്കാരം, മാച്ച് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ക്യാമറ ട്രാക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മായ സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെക്കർ ബോർഡ് യൂസ് ചെയ്ത് റെൻഡർ എടുക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളിവിടെ ഫുട്ടേജ് ലോഡ് ചെയ്ത ശേഷം ട്രാക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാക്കുകൾ ഫുള്ളായി കംപ്ലീറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഓൾമോസ്റ്റ് ട്രാക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഫോക്കൽ ലെങ്ത്തും അതേപോലെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്യാമറയെ നമുക്കിനി എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് മെൽ ഫയലായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് മായ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ശേഷം നമുക്ക് മായ സോഫ്റ്റ്വെയറിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്ത ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി മായ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾക്കൊരു ക്യാരക്ടർ റെഫറൻസിനായിട്ടുള്ളൊരു ക്യാരക്ടറും അതേപോലെ തന്നെ ഓൾറെഡി ഒരു ഗ്രൗണ്ടും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ശേഷമാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം ക്യാമറയുടെ സെറ്റിങ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഡെപ്തും അതേപോലെ തന്നെ നിയർ ക്ലിപ്പ്, ഫാർ ക്ലിപ്പ്, ഈ സെറ്റിങ്സുകളൊക്കെ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ചേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ക്യാരക്ടറിൻ്റെയും അതേപോലെ തന്നെ മെഷ് വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വ്യൂ പോർട്ടിന് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് വയർ ഫ്രെയിമിലേക്ക്. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്ത ശേഷം മെറ്റീരിയൽ ആഡ് ചെയ്യുകയാണ്. യൂസ് ബാക്ക്ഗ്രൗണ്ട് എന്ന മെറ്റീരിയൽ ആഡ് ചെയ്തിരിക്കാനുണ്ടായത്. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ എല്ലാവരും സ്കെയിലിങ് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ക്യാരക്ടർ ഭയങ്കര വലുപ്പത്തിലും നമ്മുടെ സീൻ ഭയങ്കര ചെറുതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സീൻ സ്കെയിൽ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് സീൻ എന്ന ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത ശേഷം ആ ഒരു ക്യാമറ വ്യൂവിൽ നോക്കിയാൽ ആ ഒരു ക്യാരക്ടർ നിൽക്കുന്ന പൊസിഷന് മുൻപായിട്ടൊരു ലൊക്കേറ്റർ സെലക്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ഗ്രൂപ്പിൻ്റെ, അതായത് സീൻ എന്ന ഗ്രൂപ്പിൻ്റെ പിവോട്ട് ചേഞ്ച് ചെയ്ത് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ലൈനപ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ജസ്റ്റ് ആ ഒരു പൊസിഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ വെച്ചിട്ട് സ്കെയിൽ ചെയ്യുകയാണ്. ഓക്കെ, സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്കിന് സീൻ ഇവിടെ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ഹൈറ്റ് കറക്റ്റായിട്ട് നമുക്കിവിടെ മാച്ച് ആകുന്നതായി കാണുന്നത്. അതായത് ഇപ്പോൾ ഞാനിവിടെ പിന്നിലേക്ക് അത് വലിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടർ നിന്ന പൊസിഷൻ്റെ തൊട്ട് മുൻപായിട്ടാണ് ആ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെയാണ്. 6 ഫീറ്റ് ക്യാരക്ടറിൻ്റെ റെഫറൻസ് ആയതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതാ നോക്കുക, ഇപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ കിട്ടി. ആ എടുത്തിരിക്കുന്ന ലൊക്കേറ്റർ ആ ഒരു ക്യാരക്ടറിൻ്റെ കാലിന് തൊട്ട് മുൻപിലായിട്ട് കുറച്ച് മുൻപായിട്ടാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു മെഷിനെ സെലക്ട് ചെയ്തിട്ട് മെഷിന് ലെയർ ക്രിയേറ്റ് ചെയ്ത് ലെയറിൽ ഒരു കളർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഒക്കെ ഒരു ബോക്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ശേഷം അതിൻ്റെ പിവോട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. യൂസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നമുക്കിനി ആ ഒരു പ്രോക്സി എങ്ങനെയാണ് ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഞാനിവിടെ ഒരു മോഡൽ ചെയ്യുകയാണ്.
ഓക്കെ, നമ്മളിവിടെ ഗ്രൗണ്ടിലുള്ള പ്രോക്സി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ വെക്കേണ്ടതുണ്ട്. അതിനായി ഗ്രൗണ്ടിലുണ്ടായിരുന്ന ആ ഒരു മെഷീനെ പ്ലെയിനിനെ ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തതുമായിട്ടൊന്ന് മാച്ച് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ ആ ഒരു ലൊക്കേറ്ററിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു പൊസിഷനിൽ അനുസരിച്ചിട്ടാണ് ഇവിടെ വെക്കുന്നത്. കാരണം നമുക്കതൊരു ഡെപ്തിലാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഡെപ്തിനനുസരിച്ച് തന്നെ നമ്മളിവിടെ വെക്കുകയാണ്. കാരണം നമുക്കിവിടെ ലിഡാറോ ഒന്നും തന്നെ അല്ലല്ലോ അത്. കാരണം നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആ റൊട്ടേഷൻ അനുസരിച്ച് വെക്കുകയാണ്. നമുക്ക് ആ ഒരു സൈഡിലുണ്ടായിരുന്ന ആ ഗ്രീൻ സ്ക്രീൻ അനുസരിച്ചിട്ട് വീണ്ടും അതൊന്ന് മാച്ച് ചെയ്യുകയാണ്. എന്നാൽ മാത്രമാണ് ആ ലൊക്കേറ്ററിൻ്റെ പൊസിഷനിൽ നിർത്തിയാൽ മാത്രമാണ് ഇവിടെ സ്ലൈഡ് ഇല്ലാതെ നമുക്കത് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു പൊസിഷനിലുണ്ടായിരുന്ന ഗ്രീൻ സ്ക്രീനിൻ്റെ ഏരിയയിൽ നിന്ന് മെഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമുക്കിനി ഇപ്പോൾ കംപ്ലീറ്റ് ആയതിനാൽ നമുക്ക് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുകയാണ് മെഷിന്. ഓക്കെ, സെഗ്മെൻറ്റ്സും നമുക്കിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മാച്ച് മൂവ് ഈ ഒരു ഷോട്ടിന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാം, സ്ലൈഡുകളൊന്നും തന്നെ ഇല്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാ ട്രാക്കുകളും നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരുന്ന മെഷുകളിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് മായ സോഫ്റ്റ്വെയറിൽ തന്നെ. അല്ലാത്ത പക്ഷമാണ് നമുക്ക് ഈക്വലൈസറിൽ തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് അവ പ്രൊജക്റ്റ് ചെയ്ത് തിരിച്ച് വർക്കൗട്ട് മായയിൽ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നത്. ഈ ഒരു ഷോട്ട് നമുക്ക് മായ എന്ന സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെക്കർ യൂസ് ചെയ്യുന്ന രീതിയാണ്. അതിനായി നമുക്ക് ഈ ഒരു മെഷ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം അതിലേക്കായി നമുക്ക് UV അൺറാപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട്. UV അൺറാപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചെക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ടുള്ള ഒരു ടൈലിങ് കിട്ടുക. അപ്പോൾ ആദ്യം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് UV സെറ്റ് എഡിറ്റർ പോയി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു പ്ലൈനർ മോഡലിൽ Y ആക്സിസിൽ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിൽ നിന്നും താഴേക്കുള്ള ആ ഒരു വ്യൂ ആണ് Y ആക്സിസ് എന്ന് പറയുന്നത്. Y ആക്സിസിൽ ഞാൻ കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു വിസിബിലിറ്റി കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആ UV എഡിറ്ററിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്, ആ ചെക്കർ വന്നിരിക്കുന്നത്. നമുക്കിത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ലാംബർട്ട് എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ആഡ് ചെയ്തു ശേഷം ആ ലാംബർട്ട് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന രീതിയിലുള്ള സെറ്റിങ്സിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ചെക്കർ എന്ന മെറ്റീരിയൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് വിസിബിൾ ആവുന്നതാണ്. ശേഷം നമ്മൾ ആ ഒരു ടൈലിങ് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ടൈലിങ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതാ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈലിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സൈസ് ഈക്വലായിട്ട് തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. നോക്കിയാൽ അറിയാം, ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ ആവണം ആ ഒരു ടൈലിങ് വരേണ്ടതും. എന്നാൽ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് തന്നെ അറിയാം, ആ ഒരു ഗ്രൗണ്ട് ഏരിയ നമുക്ക് കറക്റ്റായിട്ട് ആ ക്യാമറ വ്യൂവിൽ കാണുന്നുണ്ട്, കറക്റ്റായിട്ടുള്ളൊരു വിസിബിളാണ്. അതേപോലെ തന്നെ എല്ലാ ഏരിയയിലുള്ള മെഷുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അവയെല്ലാം നമുക്ക് ഫസ്റ്റ് അൺറാപ്പാണ് ചെയ്യേണ്ടത്. നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു താഴെ വരുന്ന ആ ഏരിയയിൽ അൺറാപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ കാണുന്നത്, ടൈലിങ്ങിൻ്റെ ഇഷ്യൂ. അപ്പം നമുക്ക് അത് മൊത്തത്തിൽ അൺറാപ്പ് ചെയ്ത് മെറ്റീരിയൽ ആഡ് ചെയ്ത ശേഷം ഫസ്റ്റ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു അൺറാപ്പിംഗ് പ്രോസസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ആ താഴെയുള്ള ആ ഒരു ഏരിയനെ മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ടൈലിങ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലേക്ക് ഞാൻ അതിനെ സ്കെയിൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ UV ആണ് അൺറാപ്പ് ചെയ്യുന്നത്. ഓക്കെ, UVയുടെ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ടുള്ള ടൈലിങ് കിട്ടുന്നുണ്ട്. ആ ചെക്കറിൻ്റെ ടൈലിങ്ങിനെയാണ് പറയുന്നത്. അതൊരു സ്ക്വയർ ടൈപ്പിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇവിടെയും നമുക്ക് ആ രീതിയിൽ തന്നെ വീണ്ടും ടൈലിങ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് മെറ്റീരിയൽ ആഡ് ചെയ്യുക.
ഓക്കെ, ഇപ്പോൾ ടോപ്പ് ബാക്ക് വശമാണ്, താഴെ വശമാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തത്. പ്ലെയിനറിൽ പോയിട്ട് വീണ്ടും നമ്മൾ പ്ലെയിനറിൽ ആ ഒരു വൈ ആക്സിസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ വൈ ആക്സിസ് കൊണ്ട് ടോപ്പിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ്. ഓക്കെ, അവിടെ ഞാനൊരു സ്കെയിൽ കൊടുത്ത് ജസ്റ്റ് ഒരു റൊട്ടേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ടുള്ള ടൈലിങ്ങിലേക്ക് വരുന്നുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിലാണ് നമുക്ക് ആ ചെക്കർ നമ്മുടെ മെഷീനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. അത് അങ്ങനെയാണ് നമുക്ക് വേണ്ടതും. ആ ഒരു സൈസും കറക്റ്റായിട്ട് തന്നെ വേണം. ഓക്കെ, ഇരുവശങ്ങളും അതേപോലെ തന്നെ കൊടുക്കുകയാണ്. Exaggerated, that's what you assume. The story's over now, I must conclude. I am conflicted, watching where I step still, hanging in the balance, not the life I want to live. I want to take it all, standing tall, fear I weighed the person you are. ഓക്കെ, നമ്മളിവിടെ UV ഓൾമോസ്റ്റ് എല്ലാ മെഷുകൾക്കും നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ നമുക്കൊരു ടൈലിങ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ സൈസിൽ കിട്ടിയിട്ടുണ്ട്. മാക്സിമം കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈസ് ആയാലും കുഴപ്പമൊന്നും തന്നെയില്ല. കാരണം അതിൻ്റെ ടൈലിങ് കറക്റ്റ് ആവണം. അതിൽ UV നമുക്ക് മറ്റൊരു ടെക്സ്ചർ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയങ്ങളിൽ അത് കറക്റ്റായിട്ടുള്ള UV ആയിരിക്കണമെന്ന് മാത്രം. ഓക്കെ, നമുക്കിപ്പോൾ ഈ കാണുന്നത് പോലെ കൃത്യമായിട്ട് നമുക്കത് ലഭിച്ചിട്ടുണ്ട്. ചെക്കറും അതേപോലെ തന്നെ വയർ ഫ്രെയിമും കൂടി ഞാനിപ്പോൾ ഒരുമിച്ചാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ടും ഒരേ സമയത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈക്വലൈസറിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ കോൺസും കൂടി വെച്ചിട്ട് വയർ ഫ്രെയിമിലൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇതിലും പ്രശ്നം ഒന്നും തന്നെ ഉള്ളതായി കാണുന്നില്ല. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.